തുടർന്ന് മനോഹരമായ ഒരു ആരാധന ശുശ്രൂഷകളിലേക്ക് നമ്മൾ കടക്കുകയാണ്, സ്തുതി ആരാധനയിലേക്ക്. ഈ സ്തുതി ആരാധനയിൽ നിങ്ങൾ ഹൃദയം തുറന്ന്, നമ്മളിരിക്കുന്ന സ്ഥലമോ സാഹചര്യമോ നോക്കാതെ ഹൃദയം തുറന്ന് എൻ്റെ ദൈവത്തിൻ്റെ ശക്തിക്കായി ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് സഹായിക്കുന്നത് ബഹുമാനപ്പെട്ട സക്കറിയാസ് അഗസ്റ്റിൻ സാറാണ്. ശാലോമിൻ്റെ സീനിയർ ശുശ്രൂഷകളിൽപ്പെട്ട സക്കറിയാസ് സാറിനോട് ചേർന്നുകൊണ്ട് തുടർന്നുള്ള സമയങ്ങളിൽ നമുക്ക് കർത്താവിനെ മഹത്വവും സ്തുതിയും അർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും. അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽപ്പെട്ടു പോയാലും പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കുകയും ഇളം ചെടി പോലെ, അതിന് പറയുകയാണ്, ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ വചനം പറയുകയാണ്, വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. എന്താണ് പ്രത്യാശ? വീണ്ടും തളിർക്കുമെന്നുള്ള പ്രത്യാശ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മൾ കൃഷി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഗാർഡനിങ് ഒക്കെ അത്യാവശ്യം ചെയ്യുന്നവർക്ക് അറിയാം, നമ്മൾ ചില വൃക്ഷങ്ങൾക്ക്, ചില കൃഷി ചെയ്യുന്ന ചില ചെടികൾക്കൊക്കെ നമ്മൾ അതിൻ്റെ ശാഖകളൊക്കെ വെട്ടിക്കളയാറുണ്ട്. ഉദാഹരണത്തിന് റോസ ചെടി നല്ല പൂക്കൾ വിരിഞ്ഞു കഴിയുമ്പോൾ ആ പൂ ഉണ്ടായ ആ ശാഖ അത് മുറിച്ച് കളയും. എന്തിനു വേണ്ടിയാ? വീണ്ടും പുതിയ ശാഖകൾ ഉണ്ടാകാൻ. അങ്ങനെ പുതിയ ശാഖകൾ ഉണ്ടാകുമ്പോൾ വീണ്ടും മനോഹരമായ പുഷ്പങ്ങൾ ഉണ്ടായി വീണ്ടും നമ്മളെ ആനന്ദിപ്പിക്കും. അതുപോലെ തന്നെയാണ് ഓരോ വൃക്ഷങ്ങളും, ഓരോ കൃഷികളും നമ്മൾ ചെയ്യുമ്പോൾ. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ നമ്മൾ കോതിക്കളയും. എന്തിനു വേണ്ടിയാ? പുതിയ ശാഖകൾ ഉണ്ടാകാൻ. അങ്ങനെ പുതിയ ശാഖകൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ ഫലങ്ങൾ, കൂടുതൽ നല്ല ഫലങ്ങൾ ആ വൃക്ഷങ്ങൾ നമുക്ക് നൽകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം പറയുന്നത് അത് തന്നെയാ. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. എന്താണ്? അവൻ മുറിക്കപ്പെട്ടാലും, വൃക്ഷത്തിന്റെ ശാഖകൾ മുറിക്കപ്പെട്ടാലും വീണ്ടും അത് തളിർക്കുമെന്നും ആ തളിരിൽ നിന്ന് വീണ്ടും പുതിയ ശാഖകൾ, പുതിയ ഫലങ്ങൾ, നല്ല പുഷ്പങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനം ഇത് പറഞ്ഞതാരെന്നറിയാവോ? ഇതെവിടെയാണെന്നറിയാവോ? ഈ വചനം പറഞ്ഞത് ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യന്, ജീവിതത്തിൽ നിരാശയുടെ പടുകുഴിയിലേക്ക് വീണ് കിടന്ന ഒരു മനുഷ്യന് മറ്റാരുമല്ല, ജോബാണ്. ജോബിന്റെ പുസ്തകം 14-ാം അധ്യായം 7, 8, 9 തിരുവചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമുക്കറിയാം, ജോബിന് ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. കാരണം എന്താ? അവൻ ജീവിതത്തിൽ ഏറെ ഉയർന്ന നിലയിൽ നിന്ന് പടുകുഴിയിലേക്ക് വീണ മനുഷ്യനാണ്. ജോബ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവനായിരുന്ന സമൂഹത്തിൽ അവൻ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു. അവന് എല്ലാ തരത്തിലുള്ള സമ്പത്ത് അവനുണ്ടായിരുന്നു. വചനപ്രകാരമാണ് പറയുന്നത്. ജോബിന്റെ പുസ്തകം 7-ാം അധ്യായം 2-ാം തിരുവചനം മുതൽ നമ്മൾ വായിച്ചാൽ ഇപ്രകാരം നമ്മൾ കാണാൻ കഴിയും. ജോബിന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. 7000-ഓളം ആടുകളും 3000-ഓളം പെൺകഴുതകളും ഉണ്ടായിരുന്നു. വീണ്ടും അനേകം ദാസന്മാരുണ്ടായിരുന്നു. അങ്ങനെ ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു. വചനപ്രകാരമാണ് കാണുന്നത്. ജോബ് നഗരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ നഗര കവാടത്തിലിരുന്ന ശ്രേഷ്ഠന്മാർ എഴുന്നേറ്റ് നിൽക്കും. ആ ശ്രേഷ്ഠന്മാരുടെ നാവുകൾ അണ്ണാക്കിൽ ഒട്ടിച്ചു ചേർക്കുന്ന രീതിയിൽ അത്രമാത്രം ബഹുമാനത്തോടെ ജോബിനെ കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ജോബ് താഴേക്ക് വീഴുന്നത്. അവന്റെ പുത്രിമാരെല്ലാം മരിച്ചുപോയി. അവന്റെ കൃഷിയിടങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. അവനുണ്ടായിരുന്ന ആടുമാടുകൾ, ചെമ്മരിയാടുകൾ, പെണ്ണുകഴുതകൾ എല്ലാം അവന് നഷ്ടപ്പെട്ടു. അവൻ സകലതും നഷ്ടപ്പെട്ടവനായി ഒരു വലിയ പൂജ്യമായി അവൻ മാറുകയാ സമൂഹത്തിന് മുമ്പിൽ. പ്രിയപ്പെട്ടവരെല്ലാവരും ബഹുമാനിച്ചിരുന്ന ജോബ് എല്ലാവരാലും നിരാകരിക്കപ്പെടുന്ന, ഒറ്റപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് ജോബ് വരികയാണ്. അറിയാം, ദൈവത്തിന്റെ വചനം ജോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്.
ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ തൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് താൻ പ്രതീക്ഷയോടെ കണ്ടിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, ജോബിന്റെ പ്രിയപ്പെട്ട ഭാര്യ പോലും അവസാനം അവൻ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഇരുന്നു കൊണ്ട് ഒരു ഓട്ട് കഷ്ണം കൊണ്ട് തൻ്റെ മുറിപ്പാടുകളിൽ ചുരണ്ടിക്കൊണ്ടിരുന്നപ്പോ ഈ ഭാര്യ വന്ന് അവനോട് പറയുക, എന്തിനാ നീ ഇങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവത്തെ ശപിച്ചിട്ട് നീ പോയി മരിച്ചുകൂടെ എന്ന് സ്വന്തം ഭാര്യ അവന്റെ മുഖത്തേക്ക് നോക്കി. പ്രിയപ്പെട്ടവരെ, അപ്രകാരം എല്ലാവരാലും നിരാകരിക്കപ്പെട്ട ഒരു നികൃഷ്ട ജീവിയായി ജീവിച്ചിരുന്ന ഈ ജോബ് പറഞ്ഞ വാക്കുകളാണിത്. എന്താ അവൻ പറഞ്ഞത്? വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. കാരണം അത് വീണ്ടും തളിർക്കും. അതിന് വേരുകൾ മണ്ണിനടിയിൽപ്പെട്ട് പോയാലും, അതിന്റെ കുച്ചി മണ്ണിനടിയിൽപ്പെട്ട് പോയാലും, ജലത്തിന്റെ ഗന്ധമേൽക്കുമ്പോൾ അത് വീണ്ടും തളിർക്കുകയും പുതിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനം ജോബ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ, ഈ പ്രോഗ്രാം കാണുന്ന നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ മുറിപ്പെടുത്തുന്ന, മുറിവേറ്റ അനേക അനുഭവങ്ങൾ ഉണ്ടാവും. ഒരുപക്ഷെ ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. നീ ഒത്തിരി സ്വപ്നം കണ്ട നിന്റെ വലിയ സ്വപ്നങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ടാവാം. നീ ഒരു പക്ഷേ വലിയ പ്രതീക്ഷയോടെ ചെയ്തു പല കാര്യങ്ങളും തകർന്നു പോയിട്ടുണ്ടാവും. നിന്റെ കുടുംബത്തെ സംബന്ധിച്ച്, നിന്റെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള നിന്റെ ആഗ്രഹങ്ങൾ, നിന്റെ സ്വപ്നങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ ജോബിനെ പോലെ നിന്റെ ശരീരം ജീർണിച്ചു പോയിട്ടുണ്ടാവും, രോഗത്താൽ വലഞ്ഞിട്ടുണ്ടാവും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ അവസ്ഥയുടെ പാരമ്യത്തിലെത്തിയ ജോബ് പറയുക, ഇനിയും നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇനിയും നിന്നെ അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. വലതുകരം വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിതം തകർക്കപ്പെട്ടാലും, നിന്റെ ജീവിതം തളർന്നു പോയാലും, നീ കണ്ണുനീരിന്റെ കയത്തിലാണ് കിടക്കുന്നതെങ്കിലും, നിന്റെ ശരീരത്തിൽ രോഗം വന്ന് വേദനയിലും കഠിനമായ രോഗത്തിന്റെ അവസ്ഥയിലൂടെ നീ കടന്നു പോയാലും, നിന്റെ ജീവിതത്തെ വീണ്ടെടുക്കാൻ, പുനരുദ്ധരിക്കാൻ സ്വർഗത്തിലുള്ള ദൈവത്തിന് കഴിയുമെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മളോട് പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ മുറിപ്പാടുകൾ ഉണ്ടെങ്കിൽ ആ മുറിപ്പാടിൽ നിന്നുകൊണ്ട് പുതിയ അനുഗ്രഹം നൽകുവാൻ ദൈവത്തിന് കഴിയും. പുതിയ അനുഗ്രഹം നൽകാൻ ദൈവത്തിന് കഴിയും. നിന്നെ മുറിക്കുന്നത്, നിന്നെ വേദനിപ്പിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ കണ്ണുനീരുകൾ തരുന്നത് നിന്റെ ജീവിതത്തിൽ പുതിയ അനുഗ്രഹം തരുവാന്, നിന്റെ ജീവിതത്തിന്റെ ശാഖകൾ പുതിയ ഫലങ്ങൾ നൽകുവാന്. ഒരു നിരാശപ്പെടേണ്ട കാര്യമല്ല പ്രിയ സഹോദരങ്ങളെ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം, എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം. ഈശോയുടെ സന്നിധിയിൽ എല്ലാവരും കണ്ണുകൾ അടയ്ക്കുന്നു. ഒരു നിമിഷം ആത്മശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ജോബിനെ പോലെ മുറിക്കപ്പെട്ട അനുഭവങ്ങൾ, മുറിവേൽപ്പിക്കപ്പെട്ട അനുഭവങ്ങൾ, തകർച്ചയുടെ അനുഭവങ്ങൾ, കണ്ണുനീരിന്റെ അനുഭവങ്ങൾ, രോഗത്തിന്റെ പാരമ്യത്തിന്റെ അനുഭവങ്ങൾ, നിരാശയുടെ അനുഭവങ്ങൾ ഇന്ന് നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ മുമ്പിലേക്ക് കൊടുക്കുക. തകർച്ചയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ജോബ്, ആ തകർച്ചയിൽ ദൈവത്തെ കുറ്റം പറയാതെ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ജോബിനെ ദൈവം വീണ്ടും അനുഗ്രഹിച്ചു. നമ്മൾ കാണുന്നു, ദൈവത്തിന്റെ വചനം അപ്രകാരം നമ്മളോട് പറയുകയാണ്, ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇരട്ടിയായി മടക്കി കൊടുത്തു. 7000 ആടുകളെ നഷ്ടപ്പെട്ട ജോബിന് 14,000 ആടുകളെ ദൈവം നൽകി. 3000 ചെമ്മരിയാടുകളെ, പെൺകഴുതകളെ നഷ്ടപ്പെട്ട ജോബിന് 6000 പെൺകഴുതകളെ നൽകി ദൈവം അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഇരട്ടിയായി അനുഗ്രഹിച്ച ദൈവത്തിന് നിന്റെ ജീവിതത്തെയും അനുഗ്രഹിക്കാൻ കഴിയും. ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുറിപ്പാടുകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ, നിരാശ മാറ്റിവെച്ച് ദൈവത്തെ നമ്മൾ സ്തുതിക്കാൻ തയ്യാറായാൽ, നിന്റെ രോഗങ്ങൾ നീങ്ങിപ്പോകും, നിന്റെ ഭാരങ്ങൾ ദൈവം ഏറ്റെടുക്കും, നിന്റെ കണ്ണുനീരുകൾ ദൈവം തുടച്ചു മാറ്റും. നമ്മുടെ ജീവിതത്തിൽ ദൈവം കൃപയുടെ സമൃദ്ധി ചൊരിയുക തന്നെ ചെയ്യും. കരമുയർത്തി, ഈ ഉയർത്തിയ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സഹനങ്ങളെയും വേദനകളെയും സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, അവിടുന്ന് എന്നെ മുറിപ്പെടുത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവിടുന്ന് എന്റെ ജീവിതത്തിൽ അനുവദിച്ച സഹനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, എന്റെ ജീവിതത്തിൽ അനുവദിച്ച രോഗങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. അനുവദിച്ച കണ്ണുനീരിന്റെ അനുഭവങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വതന്ത്രമായി ഈശോയെ എല്ലാവരും ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു. കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് ആരാധിക്കട്ടെ, ചേർന്ന് ആരാധിക്കട്ടെ, ചേർന്ന് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മഹത്വം അങ്ങേക്ക് നൽകുന്ന കർത്താവേ, എല്ലാ മുറിവുകളെയും ഓർത്ത് സ്തുതിക്കുന്നു, എല്ലാ വേദനകളെയും ആരാധിക്കുന്നു. ദൈവമേ, അവിടുന്ന് അനുവദിച്ച സഹനങ്ങളെ ഓർത്ത്, കണ്ണുനീരിന്റെ അനുഭവം
ഈശോയെ ആരാധിക്കുന്നു. യേശുവേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ചേർന്ന് ആരാധിക്കാം. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ, മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഗാനത്തിന്റെ ഇരടികളോട് ചേർന്ന് നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞ് അവിടുത്തെ ആരാധിക്കുക. കരമടിച്ചുകൊണ്ട്, താളത്തിൽ കരമടിച്ചുകൊണ്ട് ഈശോയെ നമുക്ക് സ്തുതിക്കാം, അവിടുത്തെ ആരാധിക്കാം. ഈ ആരാധന ഗീതിയോട് നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. വലിയ സ്നേഹത്തോടെ കരമടിച്ച് നമുക്ക് ചേർന്ന് ആരാധിക്കാം. താളത്തിൽ കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം. ചേർന്ന് കരങ്ങൾ അടിച്ചുകൊണ്ട് ആരാധിക്കുന്നു. ദൈവജനം ചേർന്ന് ആരാധിക്കട്ടെ. യേശുവേ ആരാധിക്കുന്നു. യേശുവേ കരങ്ങൾ ഉയർത്തി തടിച്ചേ. ദൈവനാമത്തിൽ നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ എന്നും നിറഞ്ഞിടട്ടെ. കരമടിച്ചു പാട് ദൈവനാമത്തിൽ നിന്റെ കുടുംബത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ എന്നും നിറഞ്ഞിടട്ടെ. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അതെ, ദൈവം, നമ്മുടെ ദൈവം, മഹത്വനായ ദൈവം നമുക്ക് അനുവദിച്ച സഹനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് അവിടുത്തെ ആരാധിക്കാം. എല്ലാ വേദനകളെയും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ കീഴിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോ ആരാധിക്കട്ടെ. ചേർന്ന് എല്ലാവരും ക്ഷമിച്ചു പാട് നീ ദൈവനാമത്തിൽ നിന്റെ ശത്രുകാരങ്ങൾ നിന്നെ പ്രഹരിക്കില്ല. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ എന്നും നിറഞ്ഞിടട്ടെ. സഹിച്ചു പാട് നീ ദൈവനാമത്തിൽ നിന്റെ ജോലിയിൽ നീ ഇന്ന് അത്ഭുതം കാണും. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ എന്നും നിറഞ്ഞിടട്ടെ. ഈശോയുടെ മുമ്പിൽ ഇരുകരങ്ങളെ ഒന്ന് ഉയർത്താം. സ്വർഗത്തിലേക്ക് ഇരുകരങ്ങളൊന്ന് ഉയർത്താം. ഈശോയ്ക്ക് നന്ദി പറയാം. ദൈവം അനുവദിച്ച സഹനങ്ങൾ, നമുക്ക് എതിരെ പ്രവർത്തിച്ച ശത്രുക്കൾ, അവരുടെ എല്ലാ മേഖലകളെ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ മുറിവുകൾ, വേദനകൾ, രോഗങ്ങൾ, ഭാരങ്ങൾ എല്ലാം ദൈവത്തിനായി കൊടുത്തുകൊണ്ട് ഈശോയെ എല്ലാം നന്ദി പറയുന്നത് പറഞ്ഞുകൊണ്ട് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ദൈവമേ നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. പിന്നെ കരമടിച്ച് ഈശോയെ ആരാധിക്കാം.
ദൈവസന്നിധി നീ നിലവിളിക്ക്, നിന്നെ കരുണയോടെ ദൈവം വാരിപ്പുണരും. ദൈവസന്നിധിയിൽ ദൈവസന്നിധി നീ നിലവിളിക്ക്, നിന്നെ കരുണയോടെ ദൈവം വാരിപ്പുണരും. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. സ്തുതിച്ചു പാട് നീ വിശ്വാസത്തോടെ, നിന്റെ രോഗപീഠകൾ ദൈവം സൗഖ്യപ്പെടുത്തും. രോഗപീഠകൾ സ്തുതിച്ചു പാട് നീ വിശ്വാസത്തോടെ, രോഗപീഠകൾ നിന്റെ രോഗപീഠകൾ ദൈവം സൗഖ്യപ്പെടുത്തും. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും കരങ്ങൾ നിറഞ്ഞിടട്ടെ. ഉയർത്തിയടിച്ച് ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. വീണ്ടും ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. കരങ്ങൾ ഉയർത്തി സ്വന്തമായി ഒരിക്കൽ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory, 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 glory. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് സർവശക്തനായ ദൈവത്തിനു മുമ്പിൽ ശാന്തതയോടെ നമുക്ക് നിൽക്കാം. പ്രിയരെ, വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം തിരുവചനം. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഈ രാത്രിയിൽ എന്നോട് നിങ്ങളോട് പറയുകയാണ്. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം, എല്ലാ ഉത്കണ്ഠകളും അവിടുത്തെ ഏൽപ്പിക്കുക. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ നിന്റെ കാര്യത്തിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ നിന്റെ കാര്യത്തിൽ സർവശക്തനായ ദൈവത്തിനേറെ ശ്രദ്ധയുണ്ട്. അവിടുന്ന് നിന്റെ കണ്ണുനീര് കാണുന്നുണ്ട്, നിന്റെ വേദന അവിടുന്ന് അറിയുന്നു, നിന്റെ നൊമ്പരം അവിടുന്ന് തിരിച്ചറിയുന്നു. നിന്റെ ആവശ്യം ദൈവത്തിന് മുമ്പിലുണ്ട്. എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, ഈ ദൈവം നിന്നെ കുറിച്ച് ശ്രദ്ധയുള്ള ദൈവം, അവൻ സർവശക്തനായ യഹോവയാണ്. ആ നാമത്തിന് മുമ്പിൽ എല്ലാ ശക്തികളും അടിപ്പെടുന്ന നാമമാണ്. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും സകലത്തിന്റെ മേൽ അധികാരമുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നിന്റെ ജീവിതത്തിലെ തകർച്ചകൾ നിന്നെ വീണ്ടെടുക്കാൻ, നിന്റെ രോഗങ്ങൾ നിന്നെ വീണ്ടെടുക്കാൻ, നിന്റെ കണ്ണുനീരിൽ നിന്നെ വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവമാ നിന്നോട് പറയുന്നത് രാത്രിയിൽ നിന്റെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കാൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ആ വചനം ഇപ്പോൾ മാംസം ധരിക്കട്ടെ, നമ്മുടെ ഹൃദയത്തിൽ മാംസം ധരിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കട്ടെ. പ്രിയരെ, ആ ദൈവത്തിന്റെ കരങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാം. ആ യേശു തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാം. അവൻ സർവശക്തനായ യഹോവയാണ്, അവൻ സർവശക്തനായ ദൈവമാണ്, അവൻ അസാധ്യ കാര്യങ്ങൾ ചെയ്യുന്ന കർത്താവാണ്. അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല. അസാധ്യ കാര്യങ്ങളായ ദൈവമായ കർത്താവിന്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ശാന്തതയിൽ നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഈ ഗാനത്തോട് ചേർന്ന് ഈശ്വരത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഈശോ ഒരിക്കൽ കൂടി നമ്മൾ ആരാധിക്കുന്നു. ഓ ദൈവമേ, വിശ്വാസത്തിൽ, ബോധ്യത്തിൽ ഇതാ ഞങ്ങളെ തന്നെ വിട്ടുതരുന്നു. ഈശോ എല്ലാ മാലാഹമാരോടും വിശുദ്ധരോടും ചേർന്ന്
സ്വർഗത്തിലുള്ള മലാഹമാരോട് വിശുദ്ധരോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് അങ്ങേ ആരാധിക്കുന്നു. യേശുവേ, യേശുവേ ആരാധിക്കുന്നു. യേശുവേ ആരാധിക്കുന്നു. സ്തുതിക്ക നിന്നാദനേ, എന്നുള്ളവേ Glory. വാഴ്ത്തുക നന്ദിയാ. ഓ എൻ മനമേ, മനമേ സ്തുതിക്ക നിന്നാദനേ. ഓ യേശുവേ, യേശുവേ. എന്നുള്ളവേ Glory. വാഴ്ത്തുക നന്ദിയാ. യേശുവേ. അവൻ ദേവാദിദേവൻ കർത്താദികർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. യേശുവേ. അവൻ ദേവാദിദേവൻ കർത്താദികർത്തൻ പതിനായിരങ്ങളിൽ കരങ്ങൾ അതിശ്രേഷ്ഠൻ. തുറന്ന് പിടിച്ച് അവൻ ദേവാദിദേവൻ കർത്താദികർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ചേർന്ന് ആരാധിക്കാം. അവൻ ദേവാദിദേവൻ കർത്താദികർത്തൻ പതിനായിരങ്ങളിൽ ഓ അതിശ്രേഷ്ഠൻ. യേശുവേ, ആരാധനയും സ്തുതിയും സ്തോത്രവും ഓ ഗ്ലോറി, ഗ്ലോറി. യേശുവേ. സ്വീകരിപ്പാൻ യോഗ്യൻ നീ മാത്രം. അതെല്ലാ ആരാധനകളും സ്വീകരിക്കാൻ യോഗ്യൻ അവൻ മാത്രം. ആരാധനയും യേശുവേ. സ്തുതിയും സ്തോത്രവും ചേർന്ന് പാടി ആരാധിക്കാമോ? സ്വീകരിപ്പാൻ യേശുവേ. യോഗ്യൻ നീ മാത്രം. അവൻ ദൈവാദിദേവനാണ്. അവൻ ദേവാദിദേവൻ ആദികർത്തൻ. കർത്താദികർത്തൻ പതിനായിരങ്ങളിൽ ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചേർന്ന് ആരാധിക്കാം. അവൻ ദേവാദിദേവൻ കർത്താദികർത്തൻ Glory. പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ ദേവാദിദേവൻ ആരാധിക്കട്ടെ. കർത്താദികർത്തൻ പതിനായിരങ്ങളിൽ യേശുവേ. അതിശ്രേഷ്ഠൻ. ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവൻ ദേവാദിദേവൻ കർത്താദികർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. എല്ലാവരും ചേർന്ന് എല്ലാ മാലാഹമാരോട് ചേർന്ന് എല്ലാ വിശുദ്ധരോടും ചേർന്ന് പ്രിയരെ കരമുയർത്തിക്കൊണ്ട് എല്ലാവരും കരമുയർത്തിക്കൊണ്ട് ഈ ആരാധനയോട് നമുക്ക് ചേരാം. ദൈവ സാന്നിധ്യം നിറയുന്ന ഈ നിമിഷം, ദൈവശക്തി ഇറങ്ങി വരുന്ന സമയം എല്ലാവരും ചേർന്ന് ആരാധിക്കട്ടെ. കരമുയർത്തി ശബ്ദമുയർത്തിക്കൊണ്ട് പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ചേർന്ന് പാടി ആരാധിക്കാം. അവൻ ദേവാദിദേവൻ കർത്താദികർത്തൻ കർത്താദികർത്തൻ മഹിമയിൽ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. വീണ്ടും പാടി ആരാധിക്കട്ടെ. അവൻ ദേവാദിദേവൻ കർത്താദികർത്തൻ
സ്വന്തത്തെ വിട്ടുകൊടുത്തുകൊണ്ട് ആരാധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. സ്വതന്ത്രമായി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. കരമുയർത്തി സ്വതന്ത്രമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory, 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 glory. Hallelujah, hallelujah, hallelujah. യേശുവേ, 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 യേശുവേ. Hallelujah, 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 hallelujah. ഓ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം പകരുന്നതിനായി നന്ദി പറയുന്നു. സ്തുതിയുടെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിലൂടെ നിറയുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അഭിഷേക ശക്തി ഞങ്ങളിലേക്ക് അയക്കുന്നതിനായി നന്ദി പറയുന്നു. യേശുവേ, പുതിയ പ്രത്യാശ, പുതിയ അഭിഷേകം ഞങ്ങൾ ഏറ്റു പറയുന്നു. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Glory, 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 glory. യേശുവേ, യേശുവേ, യേശുവേ. യേശുവേ, 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 യേശുവേ. യേശുവേ, 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 യേശുവേ. നന്ദി, നന്ദി, നന്ദി. യേശുവേ, നന്ദി, യേശുവേ, നന്ദി. ഓ യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ മഹത്വപ്പെടുത്തുന്നു. നൽകിയ എല്ലാ സഹനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കായി അനുവദിച്ച മുറിപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ കർത്താവേ, അവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഫലങ്ങൾ നൽകുമെന്ന്, പുതിയ അഭിഷേകം നൽകുമെന്ന്, പുതിയ കൃപകൾ നൽകുമെന്ന്, അനുഗ്രഹത്തിന്റെ പുതിയ വഴികൾ തുറക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചേറ്റു പറയും. ജോബിനെ ഉയർത്തിയ കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ഉയർത്തുമെന്ന്, ഞങ്ങളുടെ രോഗങ്ങൾ എടുത്തു മാറ്റുമെന്ന്, ഞങ്ങളുടെ കണ്ണുനീരുകൾ തുടയ്ക്കുമെന്ന്, പുതിയ പ്രത്യാശയും പുതിയ അഭിഷേകം നൽകുമെന്ന് വിശ്വസിച്ചേറ്റു പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഓ യേശുവേ, ഗ്ലോറി. ഓ ആശ്രയിപ്പാൻ നീ മാത്രം യേശുവേ. ഗ്ലോറി, ഗ്ലോറി. ഓ യേശുവേ, ഈശോയ്ക്ക് നന്ദി പറയാം. നമുക്ക് ആശ്രയിക്കാൻ മറ്റാരുമില്ല. നമ്മുടെ ദൈവം, ദേവാദിദേവൻ, കർത്താദികർത്തൻ, അതെ അവൻ ദേവാദിദേവൻ, അവൻ ദേവാദിദേവൻ, കർത്താദികർത്തൻ, മദിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഒരുത്തൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഭാവിയില ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മനസ്സമേതം ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.